നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തിരിച്ച് നിങ്ങളോടും അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ദിവസത്തിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു സമ്മാനം റെഡിയാക്കുകയാണ്. അങ്ങനെ നിങ്ങളെ മുമ്പിലേക്ക് ആ സമ്മാനം കൊണ്ടുവന്ന് തരുന്ന സമയത്ത് അതിന് വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് അതിനെ മാറ്റിവെക്കുമ്പോൾ ആ കൊണ്ടുവന്ന സ്നേഹിതൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന എത്രമാത്രമായിരിക്കും. ഒരു തരത്തിൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയല്ലേ. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനേക്കാൾ 10 മടങ്ങ് നമ്മെ ഇഷ്ടപ്പെടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായ രാത്രി, ഏറ്റവും പവിത്രമായ നിമിഷം, അതെ അല്ലാഹു തആലയുമായി മുനാജാത്തിന് അവസരം ലഭിച്ച ഇസ്രാ മിഅ്റാജിന്റെ രാത്രി, ആ അത്യപൂർവ നിമിഷത്തിൽ നമുക്കായി അല്ലാഹു തആല കൊടുത്തയച്ച 50 വഖത്ത് നിസ്കാരം, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. പക്ഷേ എൻ്റെ ഉമ്മത്തിന് അത് പ്രയാസമായിരിക്കുമെന്ന ഒറ്റ കാരണത്താൽ 9 തവണകളായി അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് ആ വക്തുകളുടെ എണ്ണം 5 ആക്കി ചുരുക്കുകയാണ്. എന്നിട്ടും വേണ്ട രൂപത്തിൽ അതിനെ പരിഗണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്രമാത്രമാണ് ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നത്. 24 മണിക്കൂർ നൽകിയ അള്ളാഹുവിന് വേണ്ടി ഒരു 25 മിനിറ്റെങ്കിലും ഒരു ദിവസം മാറ്റിവെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് എങ്ങനെയാണ് നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ന്യായീകരിക്കുക? ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ ഈ 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഞാനൊരു മുസ്ലിമാണെന്ന് പറയുക? മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മരിക്കുന്ന 4 വിഭാഗങ്ങളിൽ ആദ്യത്തെ വിഭാഗമായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എണ്ണിയത് കൃത്യമായി നിസ്കരിക്കാത്തവരെയാണ്. സുഹൃത്തെ, ഒരു കാരണവശാലും ഒരു തിരക്കിൻ്റെ പേരിലും നിസ്കാരം ഖളാ ആക്കരുത്. അല്ലാഹു തആല കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ.